ഹായ് കൂട്ടുകാരെ, ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടൊരു സ്വാദിഷ്ടമായ അച്ചാറാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നല്ല നാടൻ നെല്ലിക്കയാണ്. ഇപ്പം ഞാൻ ഉപ്പിലിട്ടിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഇത് നല്ലപോലെ ചുങ്ങി വന്നിട്ടുണ്ട്. ഉപ്പ് വെള്ളമായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം അരക്കുപ്പിയോളം വെള്ളമായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് ഞാൻ അച്ചാറിടാൻ പോവുകയാണ്. നെല്ലിക്ക ഞാൻ നുറുക്കിയെടുക്കണമെന്നില്ല, മുഴുവനായിട്ടും ഇടുകയാണ്. കാരണം ഇത് കുഞ്ഞു നെല്ലിക്കയാണ്. ഇതിൻ്റെ കുരുവോടുകൂടിയാണ് ഞാൻ ഈ ഒരു അച്ചാർ ഇടുന്നത്. വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് എടുത്ത് അച്ചാറിടുന്നത്. എന്നാൽ പിന്നെ അത് അധികകാലം ഇരുന്ന് പൂത്തു പോവുകയില്ല. ബാക്കിയുള്ളത് ഇങ്ങനെ നമുക്ക് കുലുക്കി എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. അപ്പം ഇനി ഇത് അധികകാലം ഇരിക്കാത്ത വിധമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂട്ടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുളക് പൊടിയൊക്കെ ചൂടോടുകൂടി തന്നെയാണ് ഇടുന്നത്. ഈ ചെറുനെല്ലിക്ക ഞാൻ അധിക ദിവസം പുറത്ത് വെച്ചിട്ടില്ല. 2 ആഴ്ചയൊക്കെയാണ് പുറത്ത് വെച്ച് ഇങ്ങനെ കുലുക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഉപ്പ് വെള്ളം ഇതിൻ്റെ ഏകദേശം പകുതി വന്നു കഴിഞ്ഞു. ഞാൻ പക്ഷേ ഇത് വല്ലാതെ ചുങ്ങാൻ അയക്കലില്ല. ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച നെല്ലിക്കയാണ് ഇത്. കുറച്ച് ദിവസം പുറത്ത് വെച്ച ശേഷം ഇങ്ങനെ ഒരു ഘട്ടം എത്തുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോഴാണ് ഞാൻ എടുക്കാറ്. ഈ ഒരു എണ്ണ നെല്ലിക്ക എന്ന ഈ അച്ചാർ ഇടുമ്പോൾ വലിയ നെല്ലിക്ക ചെറുതാക്കി നുറുക്കിയെടുത്ത് ഇടുകയാണെങ്കിൽ ഇതിലേറെ സ്വാദുണ്ടാവുകയും ചെയ്യും. ഗുണം എപ്പോഴും ഇങ്ങനത്തെ ചെറിയ നാടൻ നെല്ലിക്കയും ആയിരിക്കും. ഒരു പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉലുവയും. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ, ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി വറുത്തെടുക്കാം. ഒരു നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്, പൊട്ടി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. കടുക് ഉലുവയും ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ ഞാൻ ഒരു 3 ടീസ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. കായ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. കായ ഇപ്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഈ തീ ഓഫാക്കി കൊടുക്കുകയാണ്. ഓഫാക്കിയ ശേഷം നമുക്ക് മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലെണ്ണയും കടുകും മുളക് പൊടിയും. മുളക് പൊടി ഒന്ന് വെന്ത് വരും. കളറൊക്കെ ഒന്ന് ചുവന്ന് വരും. നല്ലപോലെ മാറി നിന്ന് ഇളക്കണം, അല്ലെങ്കിൽ ചുമ വരും. നെല്ലിക്കയിൽ നല്ല ഉപ്പുള്ളത് കൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാകും. നല്ലപോലെ ഇളക്കി കൊടുക്കും. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ നെല്ലിക്കയാണ്. നെല്ലിക്ക നമുക്ക് പൊട്ടി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണമാണ് വരുന്നത്. അപ്പം നല്ലപോലെ ഇളകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ഉലുവയും കടുകും ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള ഉലുവയും കടുകും നല്ലപോലെ പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ.
നെല്ലിക്ക ഇപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉലുവയും കടുകും പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നെല്ലിക്ക ഇതിൽ എല്ലാ നെല്ലിക്കയും ഇതിൽ ആവും വിധം നമുക്കിത് ഇളക്കി മറിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരാഴ്ച വരെ എനിക്കിത് മതി. അപ്പോൾ ഞാനിതൊരു കുപ്പിയിലാക്കി കൊടുക്കുകയാണ്. ഇനി 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഊറി വരും. അപ്പോൾ ഒന്നും കൂടി അച്ചാർ കൊഴുക്കും. നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. വെള്ളം ഇതിൽ തൊടരുത്. വെള്ളമായി കഴിഞ്ഞാൽ ഇത് തൊടുവരും. ഒരു കുപ്പിക്ക് പാകത്തിനാണ് ഉണ്ടാക്കാറ്. ഈ മുളക് പൊടിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കളറ്. പക്ഷേ കരിയാൻ പാടുമില്ല. പാകമാണ്. ഇതൊക്കെ നമുക്ക് വഴിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കോട്ടൻ്റെ ശീല ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാം. കൊതിയൂറും നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ. സ്കൂളിലേക്ക് ചോറ് കൊടുത്തു വിടാനാണ് അധികവും ഞാൻ നെല്ലിക്ക അച്ചാർ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ കുറച്ച് ഉപ്പിടുകയാണ് ചോറിൽ. 1 ടീസ്പൂൺ അളവിൽ കട്ട തൈരും കൂടി ചേർത്ത് ഈ ചോറ് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. ചോറ് എല്ലാ ഭാഗവും ചോറ്റുപാത്രത്തിൻ്റെ ഇലയിലാണെങ്കിൽ ഒന്നും കൂടെ സ്വാദായിരിക്കും. ഇനി ഇതിലാണ് നമ്മൾക്ക് ഈ നെല്ലിക്ക വെച്ച് കൊടുക്കേണ്ടത്. അപ്പം നല്ലൊരു ഉറപ്പായി ഇത് ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. മാത്രമല്ല നമ്മുടെ വയറിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാ ഭാഗവും ഇങ്ങനെ ആയിക്കഴിഞ്ഞു. നമുക്ക് നെല്ലിക്ക വെച്ച് കൊടുക്കാം. ഇന്നലെയാണ് ഞാൻ നെല്ലിക്ക ഇട്ടത്. അപ്പോൾ ഒന്നിങ്ങോട്ട് അടപ്പിൽ മുറുക്ക പിടിച്ച് ഒന്ന് നമുക്കിങ്ങനെ കുലുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയാണ്. നല്ലപോലെ കുലുക്കിയിട്ട് നമുക്ക് തുറക്കാം. നല്ലെണ്ണയുടെ ഒരു നല്ല മണമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്ന് നമുക്ക് നെല്ലിക്ക എടുത്ത് ഈ ചോറിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ അത് ചോറിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി ചോറ് പാത്രം അടച്ച് ഉച്ചയ്ക്ക് നല്ല രുചിയോടുകൂടി ചോറുണ്ണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.